Good evening, all. So, today's topic that I'm going to take is about this experimental embryology. This is a topic in developmental biology, and I just wanted to say that this is one of the most important topic in our syllabus, and this is a vast chapter too. So, this chapter we will be covering it in like 4 to 5 presentations, and it is very interesting also. ഇപ്പം നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് എന്താണ് എംബ്രിയോളജി നമുക്ക് എല്ലാവർക്കും അറിയാം ബിക്കോസ് ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വി നോ അബൌട്ട് ദിസ് spermatogenesis, oogenesis, we have studied about fertilization, we have studied about the formation of this zygote, gastrulation, cleavage, each and everything ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എംബ്രിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റഡി ഓഫ് എംബ്രിയോ. ഓക്കെ, പക്ഷെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു ടേമാണ് എക്സ്പെരിമെന്റൽ എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ബേസിക് കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേമിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. എംബ്രിയോളജിയുടെ കൂടെ എക്സ്പെരിമെന്റൽ എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ട്രാക്കിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് എൻ എംബ്രിയോ. ഒരു എംബ്രിയോ നമുക്കറിയാം, ഇപ്പോൾ ഗാസ്ട്രലേഷൻ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് 3 ലെയേഴ്സ് ആയിട്ടാണ് ആ ഒരു എംബ്രിയോ ട്രാൻസ്ഫോംഡ് ആകുന്നത്, എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഓക്കെ, ആ ഓരോ ലെയേഴ്സിൽ നിന്നും എന്തൊക്കെ മോർഫോജനസിസ് വഴി എന്തൊക്കെ ഓർഗൻസ് ആകുന്നു, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഗാസ്ട്രോലയിൽ നിന്നും ഒരു എൻറ്റയർ ഓർഗാനിസം ആകാനുള്ള ആ ഒരു transformation എങ്ങനെയാണ്, everything is encompassed in this single term of embryology, that is more precisely പറയുകയാണെങ്കിൽ experimental embryology. അപ്പം നമ്മൾ നോക്കുകയാണ് ലൈക്ക് ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് സം ബേസിക് ആസ്പെക്ട്സ് ഓഫ് ദിസ് ഫേറ്റ് മാപ്പ്. ഇപ്പോൾ ഫേറ്റ് മാപ്പ് എന്താണ്, ഫേറ്റ് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടെക്നിക്സ് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഞാൻ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഫ്ലോന് ദിസ് ഫേറ്റ് മാപ്പ് മെൻഷനിങ് അബൌട്ട് ദിസ് ഫേറ്റ് മാപ്പ് ഇസ് വെരി മച്ച് നീഡഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഗാസ്ട്രൂല പാർട്ട്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാട്ട് ഇസ് ബ്ലാസ്റ്റ്യൂല, വാട്ട് ഇസ് ഗാസ്ട്രൂല, ലൈക്ക് ദാറ്റ്. സോ ഈ ഒരു ഗാസ്ട്രൂലയുടെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡൈ നമ്മൾ ആഡ് ചെയ്യാണ്. ഒരു 3 days കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സെറ്റ് ടു ബിക്കം എ ടാഡ്പോൾ ഇഫ് എവറിത്തിങ് ഇസ് ഒക്കറിങ് ഇൻ എ വെരി നോർമൽ വേ. അപ്പോൾ ആ ടാഡ്പോളിൻ്റെ ബ്രെയിൻ ഇസ് ആക്ച്വലി സ്റ്റെയിൻഡ്. അപ്പോൾ അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഞാൻ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെൽസ് 3 ദിവസം കഴിയുമ്പോൾ ബ്രെയിൻ ആയിട്ടാണ് മാറുന്നത്. അതായത് ഞാൻ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ ട്രാക്ക് അബൌട്ട് വാട്ട് സെൽസ് ആർ ബിക്കമിങ് വിച്ച് പാർട്ട് ഓഫ് ദി ഓർഗൻ. അതായത് എന്ത് സെൽസ് ഞാനിപ്പോൾ സ്റ്റെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റണം ഞാൻ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഓരോ സെൽസും ആ ഒരു സൈഗോട്ട് അതിൻ്റെ ഒരു സക്സസ്ഫുൾ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഒരു ഓർഗാനിസമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വാട്ട് സെൽസ് ആർ ബിക്കമിങ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു വാട്ട് ടൈപ്പ് ഓഫ് ഓർഗൻസ്. ഒരു ട്രാക്കിംഗ്, ആ ഒരു ട്രാക്കിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേറ്റ് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒരു ഡൈ വെച്ചിട്ടാണ് നമ്മൾ ഫേറ്റ് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ വി ആർ ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഫ്ലൂറസെന്റ് മാർക്കേഴ്സ് ടു നോ ദ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്. ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഫ്ലൂറസെന്റ് ഡൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു സൈഗോട്ടിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യാണ്, ഒരു പർട്ടിക്കുലർ ഭാഗത്ത് നമ്മൾ സ്റ്റെയിൻ ചെയ്യാണ്. ആ സൈഗോട്ട് പിന്നീട് വലുതായി വരുമ്പോൾ വെൻ ഇറ്റ് ഈസ് ബിക്കമിങ് മച്ച് ഹയർ ഫോം ഓഫ് ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആവണേക്കാട്ട് മുമ്പേ തന്നെ I can just keep a track of this fluorescent dye, and using this fluorescence detection technique I can just spot out ഈ ഒരു ഫ്ലൂറസൻസ് എനിക്ക് ഭാവിയിൽ എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്ന്. സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഞാൻ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് സെൽസ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് സെൽസ് എന്തായിട്ട് എന്ത് ഓർഗൻ സിസ്റ്റം അല്ലെങ്കിൽ എന്ത് ഓർഗൻ ആയിട്ടാണ് മാറുന്നത് എന്ന് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഒരു 5 or 6 സക്സസ്ഫുള്ളി ഉപയോഗിച്ചിട്ടുള്ള tracking techniques ഉണ്ട്, and that is forming the basis of fate map construction technique. So that I'll be covering very detail in the next PowerPoint presentation. അപ്പോൾ ഇവിടെ നേരത്തെ ആ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഹൗ വി നോർമലി കൺസ്ട്രക്ട് എ ഫേറ്റ് മാപ്പ്. Vital staining technique, we can usually construct the fate map by using vital dyes such as Nile blue sulfate, neutral red, Bismarck brown or Janus green. Then അപ്പോൾ ആ സ്റ്റെയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് those stains are retained by the cells for considerably longer period of time. അതായത് നമ്മളിപ്പോൾ ഫേറ്റ് മാപ്പിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇഫ് യു ആർ ട്രൈങ് ടു സ്റ്റെയിൻ ദാറ്റ് പർട്ടിക്കുലർ സൈഗോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റെയിൻ എന്ന് പറയുന്നത് അത് സഫിഷ്യൻ്റ്ലി ഡ്യൂറബിൾ ആയിരിക്കണം. ഓരോ ബ്ലാസ്റ്റോമീസിൻ്റെ ഒരു ജനറേഷൻ വരും തോറും ആ ഒരു സ്റ്റെയിനിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഡെഫിനറ്റ്ലി കുറയും, എന്നാൽ പോലും ആ ഒരു വിസിബിലിറ്റീനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ പാകത്തിനുള്ള സ്റ്റെയിൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക.
and that state should also not affect the normal activities of the cell. Then we can construct the fate map using carbon particle marking and also using radioactive tracing. I'm just skipping this part because I will be explaining about this in detail in the next PPT. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ തന്നെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ദിസ് ഇസ് നോൺ ആസ് ദി സ്പെമാൻസ് കൺസ്ട്രക്ഷൻ എക്സ്പെരിമെൻറ്റ് ഓൺ ആംഫീബിയൻ എംബ്രിയോസ് ദറ്റ് ഇസ് ടെല്ലിംഗ് അബൌട്ട് ദ പൊട്ടൻസി ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ഗ്രേ ക്രിസൻറ്റ്. അപ്പോൾ ഇത് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഹാൻസ് സ്പെമാൻ ആണ്. ഓക്കെ, അപ്പോൾ ഹാൻസ് സ്പെമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സുവോളജിസ്റ്റ് അദ്ദേഹം 1903 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളത് ന്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിലാണ്. ന്യൂട്ട് എന്ന് പറയുന്നത് സയന്റിഫിക്കലി ട്രൈനോട്ടസ് ടീരിയാറ്റസ് ആണ്. മലയാളത്തിൽ പറയാനാണെങ്കിൽ പല്ലി വർഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ആംഫീബിയൻ. ഓക്കെ, സോ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ന്യൂട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസം ആയിക്കോട്ടെ, അതിൽ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ആകും. സൈഗോട്ടിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലീവേജ് നടക്കും. അപ്പോൾ ക്ലീവേജ് നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന ആ ഒരു പുതിയ സെൽസിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോമിയസ്. അപ്പോൾ ഒരു ഏർലി ക്ലീവേജിന്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ഏർലി ഗ്യാസ്ട്രൂല ആകുന്ന ഒരു സമയത്തൊക്കെ ബ്ലാസ്റ്റോമിയസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബ്ലാസ്റ്റോമിയസിനും, അതായത് ന്യൂക്ലിയസ് ഉള്ള ഓരോ ബ്ലാസ്റ്റോമിയസിനും ഒരു ടോട്ടിപ്പൊട്ടന്റ് നേച്ചർ ഉണ്ട്. ടോട്ടിപ്പൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ന്യൂക്ലിയേറ്റഡ് ബ്ലാസ്റ്റോമിയസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലാർവി ആകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. ആ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഈ സ്പെമാൻസ് കൺസ്ട്രക്ഷൻ എക്സ്പെരിമെന്റ് വഴിയായിട്ടാണ് അത് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് ന്യൂട്ട് എഗ്സ് ആണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള എഗ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ക്ലീവേജ് ഉണ്ടാകും, ബ്ലാസ്റ്റോമിയസ് ഫോം ചെയ്യും. അങ്ങനെയുള്ള ഫെർട്ടിലൈസ്ഡ് ന്യൂട്ട് എഗ് ആണ് ഇത്. ഇവിടെ ആ ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു 8 സെൽ സ്റ്റേജ് ആയിട്ടുള്ള ആ ഒരു സൈഗോട്ടിനെ അദ്ദേഹം ഹി ജസ്റ്റ് ടൈഡ് ദിസ് സൈഗോട്ട് ഇൻ എ പെർപെൻഡിക്കുലർ വേ. അതായത് ഇതിന്റെ നടുക്ക് അദ്ദേഹം ഒരു കൺസ്ട്രക്ഷൻ, ഒരു ടൈയിങ് നടത്തി. ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് ബേബി ഹെയർ വെച്ചിട്ടാണ്. അതായത് കുഞ്ഞു കുട്ടികളുടെ, കുഞ്ഞു വാവയുടെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള മുടി ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗത്തൊരു കൺസ്ട്രക്ഷൻ നടത്തി. ഈ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത് ഇറ്റ് വാസ് നോട്ട് ലൈക്ക് ഒരു 100% ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ ആയിരുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇപ്പൊ നമുക്ക് കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് 2 പാർട്സ്. ഇവിടെ എന്ന് പറയുന്നത് there is no nucleus, ഇവിടെ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഉള്ള ഒരു ഭാഗമാണ്. സോ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ന്യൂക്ലിയസ് അദ്ദേഹം എന്താ ഒബ്സർവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് ഉള്ള ഭാഗത്ത് there was rapid cleavage happening and there was number of blastomeres forming. സോ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എവിറ്റബിൾ ആണ്. ഒരു ക്ലീവേജ് പ്രോസസ് നടക്കണമെങ്കിൽ ന്യൂക്ലിയസ് വളരെ എവിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂക്ലിയസ് ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത് അവിടെ റാപ്പിഡ് ക്ലീവേജ് നടന്നത്. അതേസമയം ന്യൂക്ലിയസ് ഇല്ലാത്ത ഭാഗത്ത് there was no cleavage observed. അപ്പൊ അത് ഒന്നുകൂടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് what he did was that ഈ ഒരു ഓർഗാനിസം, ഈ ഒരു ഫോം ഓഫ് ഡെവലപ്മെന്റ് ഒരു 16 സെൽ സ്റ്റേജ് ആയപ്പോൾ ഈ ഒരു ഇവിടെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള കൺസ്ട്രക്ഷൻ അദ്ദേഹം ഒന്ന് ലൂസൻ ചെയ്തു. അപ്പൊ ലൂസൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കുറച്ച് ന്യൂക്ലിയായി ഈ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്തപ്പോൾ what happened was that ഈ ഒരു ന്യൂക്ലിയസ് ഇല്ലാത്ത ഭാഗത്ത് there was arrival of fresh nuclei from this point. So here also there was rapid cleavage process happening, and after that what he did was that ഈ ഒരു കൺസ്ട്രക്ഷൻ അദ്ദേഹം ഒന്നുകൂടി ടൈറ്റൻ ചെയ്തു. അപ്പോൾ ടൈറ്റൻ ചെയ്യുമ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു സെപ്പറേഷൻ നടത്തിയിട്ടുള്ള ഈ ഒരു ഭാഗം completely developed into a ന്യൂട്ട്, ഒരു കംപ്ലീറ്റ് ഓർഗാനിസം, ഒരു കംപ്ലീറ്റ് ന്യൂട്ടായിട്ട് മാറി. ഇവിടെ ഈ ഒരു ഭാഗവും ന്യൂട്ടായിട്ട് മാറി. പക്ഷെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള ന്യൂട്ടിന്റെ അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ന്യൂട്ട്. ബിക്കോസ് എന്നാൽ പോലും അദ്ദേഹം പറയുന്നത് ഡെവലപ്പ് ചെയ്തു, കുറച്ചൊരു അപാകതകൾ ഉണ്ടെങ്കിൽ പോലും ദിസ് പർട്ടിക്കുലർ പോർഷൻ വാസ് ഓൾസോ competent enough to develop into an entire organism. So അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഏത് ഭാഗത്താണ് ഉള്ളത് ആ ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഇൻഎവിറ്റബിൾ ആണ്. വൈ? ഫോർ ദ ക്ലീവേജ് പ്രോസസ് ടു ഹാപ്പൻ. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയൈ ടോട്ടിപ്പൊട്ടന്റ് ആണ്. ടോട്ടിപ്പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ്
nucleated blastomere is having the capacity to form the entire organism. പക്ഷെ ആ ടോട്ടിപൊട്ടൻസി, അതായത് ഇപ്പോൾ ഓരോ ബ്ലാസ്റ്റോമിയറിന് സെപ്പറേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ക്യാൻ ബിക്കം എൻ എൻറ്റയർ ഓർഗാനിസം. ആ ഒരു കപ്പാസിറ്റി ഓരോ സ്റ്റേജ്, അതായത് ഏർലി ഗാസ്ട്രോലയിൽ എല്ലാ ബ്ലാസ്റ്റോമിയേഴ്സ് ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. പക്ഷേ ഡെവലപ്മെന്റ് നടക്കും തോറും ഈ ഓരോ സെല്ലിന്റെ മുകളിലും ഓരോ ഫേറ്റ്, അതായത് ഇന്നതാകണം എന്നുള്ളൊരു ഫേറ്റ്, ഒരു മെസ്സേജ് ഇംപിഞ്ച്ഡ് ആണ്. സോ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഏർലി ഗാസ്ട്രോലയിൽ നിന്നും ലേറ്റ് ഗാസ്ട്രോലയിലാകുമ്പോൾ അതിന്റെ ടോട്ടിപ്പൊട്ടൻസി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് it is being given specific images of what these cells should ultimately become. Okay, അപ്പോൾ അദ്ദേഹം അതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും പറയാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് വാസ് ഡൺ ബൈ സ്പെമ്മാൻ, റിവീലിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഗ്രേ ക്രിസന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ വീണ്ടും അദ്ദേഹം എടുത്തിട്ടുള്ളത് ന്യൂടെക്സ് തന്നെയാണ്. സോ he was revealing the importance of this grey crescent. The grey crescent ഒരു ഇമ്പോർട്ടൻസ് റിവീൽ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ we have to understand what is this grey crescent അല്ലേ. അപ്പോൾ ഗ്രേ ക്രിസന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് സൈറ്റോപ്ലാസം. നമുക്കറിയാം ഫെർട്ടിലൈസേഷനിലേക്ക് കടക്കുമ്പോൾ ഓവത്തിലും സൈറ്റോപ്ലാസം ഉണ്ട്, സ്പേമിലും സൈറ്റോപ്ലാസത്തിന്റെ ഒരു ചെറിയൊരു ഫിലിം പോലെ ഉണ്ട്, അല്ലെങ്കിൽ സ്പേമിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അപ്പം അതിൽ ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമുക്കറിയാം ഫെർട്ടിലൈസേഷന്റെ സമയത്ത് sperm is entering into the ovum cytoplasm first. So ആ spermന്റെ എൻട്രി പോയിന്റിന്റെ ഓപ്പോസിറ്റ് ഒരു once the sperm has successfully entered the ovum, opposite to that of entry there will be the formation of grey crescent in the cytoplasm. Okay, അങ്ങനെയുള്ള grey crescent മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് സ്പെമ്മാൻ ഈ ഒരു എക്സ്പെരിമെന്റ് വഴി റിവീൽ ചെയ്യുന്നത്. ഓക്കെ, so here there is the first cleavage that is happening, and after the first cleavage there is a constriction that is happening in such a way that this constriction leads to the equal distribution of grey crescent cytoplasm onto both of these blastomeres. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഗ്രേ ക്രിസന്റ് ഈക്വലി രണ്ട് ബ്ലാസ്റ്റോമിയേഴ്സിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലാർവ എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ, നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇവിടെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ദ കൺസ്ട്രക്ഷൻ ഹാപ്പനിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ ഒരു ഗ്രേ ക്രിസന്റ്, ഈ ഒരു പോയിന്റ് ഓഫ് ഗ്രേ ക്രിസന്റ് ഒരു ബ്ലാസ്റ്റോമിയറിൽ മാത്രം ഒതുങ്ങുന്നുണ്ട്. ഈ ഒരു ബ്ലാസ്റ്റോമിയറിൽ ഇവിടെ കാണുന്ന പോലത്തെ ഒരു ഗ്രേ ക്രിസന്റ് ഇവിടെ ഇല്ല. ഇപ്പൊ ഗ്രേ ക്രിസന്റിന്റെ പ്രസൻസ് ഇല്ലാത്ത ബ്ലാസ്റ്റോമിയർ ഇസ് ആക്ച്വലി നോട്ട് ഡെവലപ്പിംഗ് അറ്റ് ഓൾ. ഇറ്റ് ഇസ് ആക്ച്വലി ഫോമിംഗ് എ ബെല്ലി പീസ്, while the other blastomere which is having the sole component of this grey crescent is successfully developing into a normal larvae. അപ്പോൾ സ്പെമ്മാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബെല്ലി പീസിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ടേം ആണ് ബോഷ് സ്റ്റക്ക് എന്ന് പറയുന്നത്. ബോഷ് സ്റ്റക്ക് എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിലെ ബെല്ലി പീസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ബോഷ് സ്റ്റക്കിന്റെ കോമ്പോണൻസിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറ്റ് വാസ് എ മാസ് ഓഫ് എപ്പിഡെർമൽ സെൽസ്. ഇറ്റ് കണ്ടെയ്ൻഡ് ബ്ലഡ്, ഇറ്റ് കണ്ടെയ്ൻഡ് this one ectodermal components, it contained mesodermal component. അതായത് ഒരു പാർഷ്യൽ ഗാസ്ട്രുലേഷന്റെ ഒരു ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഈ ഒരു ബോഷ് സ്റ്റക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു ഡെവലപ്മെന്റ് ഏറ്റവും ആദ്യം ഫോം ചെയ്യുമ്പോൾ, ഒരു ഡെവലപ്മെന്റ് സക്സസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കുറച്ച് പാർട്സ് ഉണ്ട്, ലൈക്ക് ദാറ്റ് ഓഫ് ദിസ് സൊമൈറ്റ്സ്. സൊമൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രയുടെ ആൻസിസ്റ്റർ ആണ്, അല്ലെങ്കിൽ നോട്ടോകോഡ് അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ഒരു കോമ്പോണൻസും ഈ പറഞ്ഞ ബോഷ് സ്റ്റക്കിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ മാസ് ഓഫ് എപ്പിഡെർമൽ സെൽസ്. സോ ഇറ്റ് വാസ് ലൈക്ക് മോർ ഓർ ലെസ് വെരി മച്ച് ഡിസോർഗനൈസ്. നമുക്ക് ഇതിൽ നിന്നും ഒരിക്കലും ഒരു കംപ്ലീറ്റ് ലാർവൽ ഡെവലപ്മെന്റ് പോസിബിൾ ആയിരുന്നില്ല. സോ സോൺലി ദിസ് ഹാപ്പൻ ബിക്കോസ് this blastomere, what was not there in this blastomere, this grey crescent was solely confined only to this blastomere because of this constriction that was done by Sperman over here. ഈ ഒരു എക്സ്പെരിമെന്റ് വഴിയും അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേ ക്രിസന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ദ കൺക്ലൂഷൻ ഓഫ് സ്പെർമാൻസ് two experiments is that from various experiments of Sperman it is proved that the nuclei are totipotent. നമ്മൾ ആദ്യത്തെ കൺസ്ട്രക്ഷൻ എക്സ്പെരിമെന്റിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം ഒരു നോർമൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കാഴ്ചവെക്കണമെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഫാക്ടേഴ്സും, അതായത് ഗ്രേ ക്രിസന്റിന്റെ പ്രസൻസ് എന്തായാലും വേണം ഫോർ പ്രൊമോട്ടിംഗ് ദ നോർമൽ ഡെവലപ്മെന്റ് ഇൻ ആംഫീബിയൻസ്. അതിൽ നിന്നും ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നിന്നും അദ്ദേഹം
കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടേം ആണ് എന്താണ് വാട്ട് ആർ ഓർഗനൈസേഴ്സ്. ഓക്കെ, the grey crescent is very essential for normal development in amphibians. നമ്മൾ നേരത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ എക്സ്പെരിമെന്റിൽ കണ്ടു ഗ്രേ ക്രിസന്റ് കിട്ടാത്ത ബ്ലാസ്റ്റോമിയസ് ആക്ച്വലി ബിക്കമിങ് എ ബെല്ലി പീസ് ഓർ വാഷ് സ്റ്റെക്ക്. ഓക്കെ, സോ ദിസ് ഗ്രേ ക്രിസന്റ് is very much evitable for the normal development of the embryos in amphibians. When the grey crescent is removed from a fertilized egg, the embryo stops development after blastulation, and when the same grey crescent was removed and transplanted to the ventral side of another embryo, it induces the development of second embryo. അതായത് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗ്രേ ക്രിസന്റിനെ നമ്മളൊരു ബ്ലാസ്റ്റുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു എംബ്രിയോയിൽ നിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് തിങ്, അതായത് ഗ്രേ ക്രിസന്റിന്റെ ഇമ്പോർട്ടൻസ് പറയുന്ന കുറച്ച് ഫാക്ട്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതേ ഗ്രേ ക്രിസന്റിനെ നമ്മൾ ഒരു എംബ്രിയോയിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് മറ്റൊരു എംബ്രിയോയിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എവിടെയാണോ നമ്മൾ ഗ്രേ ക്രിസന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്ത് ഒരു സെക്കൻഡറി എംബ്രിയോ, അതായത് ഒരു സെക്കൻഡ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ ഒരു എംബ്രിയോ കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ അത്രയും, അതായത് ഒരു എൻറ്റയർ ഓർഗാനിസം ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ പറഞ്ഞ ഗ്രേ ക്രിസന്റിന് ഉണ്ടെന്നാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ, ദ ഗ്രേ ക്രിസന്റ് region give rise to those cells that form the dorsal lip of blastopore. These cells are committed to invaginate into the blastula that leads to the initiation of gastrulation and the formation of endoderm, mesoderm, and finally the notochord. Because all future amphibian development depends upon the interaction of cells that are rearranged during gastrulation, it was concluded that the importance of grey crescent material lies in its ability to initiate gastrulation, and the major changes in cell potency occur during this gastrulation. From various experiments, it is proved that the nuclei are totipotent, but for normal development, some cytoplasmic factors are also needed. This all findings led to the definition of organizer. Now, what is an organizer? Organizer is an embryonic tissue that organizes the surrounding tissues to help to form an embryo. അതായത് ഇപ്പോൾ ഗ്രേ ക്രിസന്റ്, ഇപ്പോൾ ഗ്രേ ക്രിസന്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി കാണും. ഇപ്പോൾ ഗ്രേ ക്രിസന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് റൈസ് ടു ദോസ് സെൽസ്. നമ്മളിപ്പോൾ ഗ്യാസ്ട്രുലേഷൻ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് മനസ്സിലാക്കാനായി പറ്റും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആ ഒരു എൻറ്റയർ ഗാസ്ട്രുലേഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഉണ്ടാവുന്നത് എന്തിൽ നിന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ക്രിസന്റ് സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസിൽ നിന്നാണ് ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഉണ്ടാവുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലാണ് this dorsal lip of blastopore is actually giving signals to the nearby cells to rearrange themselves to form the three different layers of gastrula, that is ectoderm, endoderm, mesoderm. അപ്പം അങ്ങനെ ഒരു സിഗ്നൽസ് കൊടുക്കുന്നത് ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ്. എന്തിന്? സെൽസിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്പെസിഫിക് ലെയേഴ്സ് ആകാൻ വേണ്ടിയിട്ട്, ഒരു സക്സസ്ഫുൾ ഗാസ്ട്രുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഉണ്ടാവണമെങ്കിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് cytoplasmic content that is actually leading to the formation of this dorsal blastopore lip. അതാണ് നമ്മുടെ ഗ്രേ ക്രിസന്റ് സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസ്. സോ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് ഗ്രേ ക്രിസന്റ് സൈറ്റോപ്ലാസത്തിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന ഡോസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറും അനുബന്ധമായിട്ടുള്ള മറ്റ് സെൽസുമാണ് ഓർഗനൈസേഴ്സ്. ബിക്കോസ് these dorsal lip of blastopore and the other surrounding cells that is lying in the close vicinity of this dorsal blastopore lip actually gives strong signals to the surrounding cells and lead them to the formation of different successful layers as part of morphogenesis. Okay, അതായത് indirectly പറയുകയാണെങ്കിൽ the organizer give proper signals to the other cells that lead to the proper formation of an embryo. Okay, ഇവിടെ പറയുന്നത് വാട്ട് ഇസ് എൻ ഓർഗനൈസർ, നമ്മൾ നേരത്തെ കണ്ട അതേ സ്ലൈഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. The organizer is an embryonic tissue that organizes the surrounding tissue to develop an embryo. The organizer organizes the development by giving a stimulus to the surrounding cells. The stimulus arising from the organizer is called induction, and the tissue which induces the development or differentiation of surrounding tissues are called inductor. അതായത് നമ്മൾ ഒന്നുകൂടി ആ ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ നമ്മൾ കുറച്ചും കൂടി ഇന്റൻസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്.
ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സിഗ്നൽസിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന പേരാണ് ഇൻഡക്ഷൻ. അതായത് ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറും അനുബന്ധമായിട്ടുള്ള മറ്റ് സെൽസും ഇറ്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് സം സ്ട്രോങ് സിഗ്നൽസ് ടു ദ സറൗണ്ടിങ് സെൽസ്, മേക്കിംഗ് ദം undergo the rearrangement process to form the 3 layers of gastrula. ആ ഒരു സിഗ്നൽ കൊടുക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് ഇൻഡക്ഷൻ. ആ സിഗ്നൽ ഏത് സെൽസ് ആണോ കൊടുക്കുന്നത് ആ കൂട്ടം സെൽസിനെ പറയുന്ന പേരാണ് ഇൻഡക്ടർ. So you have to understand the difference between induction and inductor. Now we are actually going to the terms of defining what are the important properties of an organizer. ഇപ്പോൾ ഓർഗനൈസർ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ സറൗണ്ടിങ് സെൽസ് ടു അണ്ടർഗോ ചേഞ്ചസ് ടു ഫോം ന്യൂ സ്ട്രക്ചേഴ്സ് ലൈക്ക് ന്യൂറൽ ട്യൂബ്. ഇപ്പോൾ ന്യൂറൽ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സിൽ ഒന്നാണ് ന്യൂറൽ ട്യൂബ്. ഓക്കെ, അപ്പോൾ ദിസ് ഓർഗനൈസർ ഇവിടെ നമ്മൾ വീണ്ടും പറയുന്നൊരു എക്സലന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ് ആംഫിബിയൻ എംബ്രിയോയുടെ കേസസിൽ. സോ ദിസ് ഓർഗനൈസർ ഇസ് ഹാവിംഗ് ദ കപ്പാസിറ്റി ടു ഇൻഡ്യൂസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ സറൗണ്ടിങ് സെൽസ് so that ആ ഒരു ഓർഗനൈസറിൽ നിന്ന് കിട്ടിയിട്ടുള്ള സിഗ്നൽസ് ഉപയോഗിച്ചിട്ട് ഇറ്റ് ക്യാൻ അണ്ടർഗോ ചേഞ്ചസ് to lead to the formation of new structures like that of the neural tube that is forming the important component of the central nervous system. അതിന് ഈ ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിന് സറൗണ്ടിങ് സെൽസിന് സിഗ്നൽസ് കൊടുക്കാൻ മാത്രമല്ല ഇറ്റ് ഹാസ് എ കപ്പാസിറ്റി ഫോർ സെൽഫ് ഓർഗനൈസേഷൻ. അത് സ്വയം ചേഞ്ചസ് വരുത്തിയിട്ട് മറ്റൊരു ഓർഗന്റെ ഭാഗമാവാനുള്ള ഒരു സെൽഫ് റിന്യൂവൽ അല്ലെങ്കിൽ സെൽഫ് ഡിഫറൻസിയേഷൻ കപ്പാസിറ്റിയും ഓർഗനൈസറിനുണ്ട്. പിന്നെ ദ ഓർഗനൈസർ ഹാസ് എ കപ്പാസിറ്റി ഫോർ സെൽഫ് ഡിഫറൻസിയേഷൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ സാധാരണ രീതിയിൽ നോർമലി വൺ ഓർഗനൈസർ വിൽ നോട്ട് ഇന്റർഫിയർ വിത്ത് ദ വർക്ക് ഓഫ് അതർ ഓർഗനൈസർ when two such organizers are present in one embryo. അതായത് ഒരു എംബ്രിയോയിൽ സാധാരണ രീതിയിൽ ഒരു ഓർഗനൈസർ ആണ് ഉണ്ടാവുക. ഇൻഫാക്ട് നമ്മളൊരു സെക്കൻഡ് ഓർഗനൈസറിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ രണ്ട് ഓർഗനൈസേഴ്സും ഇൻഡിപെൻഡൻ്റ്ലി വർക്ക് ചെയ്യും. ഒരു ഓർഗനൈസറിൻ്റെ ഒരു ആക്ടിവിറ്റി മറ്റൊരു ഓർഗനൈസർ ഇൻ്റർഫിയർ ചെയ്യില്ല. നമ്മൾ എത്രമാത്രം ഓർഗനൈസറിനെ കുറിച്ച് പറഞ്ഞാലും വി ഹാവ് ടു കോട്ട് ആൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ഓർഗനൈസർ. നമ്മൾ ആംഫിബിയൻ എംബ്രിയോസിൻ്റെ കേസസ് സോൺലി ഡീൽ ചെയ്യണ കാരണം we can take the example of the dorsal lip of blastopore being the best example of an organizer. Okay. For your experiment in the it is actually giving light to the discovery of the organizer, that is the dorsal lip of blastopore, which is an ideal example of organizer. അപ്പോൾ നമുക്കറിയാം dorsal lip of blastopore അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ചില ടിഷ്യൂസും സെൽസും ആണ് ഓർഗനൈസർ എന്ന പേരിന് അർത്ഥമാകുന്നത്. പക്ഷേ once again we want to conduct a set of experiments to prove that this itself are the organizer. Okay, അപ്പോൾ അതിന് ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് സ്പെമ്മാനും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മാങ്കോൾഡും ചേർന്നിട്ടാണ്. സോ ദിസ് എക്സ്പെരിമെന്റ് ഇസ് ആക്ച്വലി നോൺ ആസ് ദി സ്പെമ്മാൻ മാങ്കോൾഡ് എക്സ്പെരിമെന്റ്. ഈ ഒരു എക്സ്പെരിമെന്റ് പറയുന്നതിനെക്കാട്ടും മുന്നേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾക്കറിയണം ഒരു എംബ്രിയോ, ഒരു ഗാസ്ട്രുലേഷൻ സ്റ്റേജിലുള്ള ഒരു എംബ്രിയോന് രണ്ട് സൈഡ്സ് ഉണ്ടാകും. ദിസ് ഇസ് ദ ventral side and this is the dorsal side. ഇപ്പോൾ ventral side dorsal side എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ സിമെട്രി ആണ്. ഓക്കെ, കാരണം ഒരു വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗൻസ് ഉണ്ട്, ഡോർസൽ സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗൻസ് ഉണ്ട്. സോ അതിന് ഫേറ്റ് ഡിറ്റർമിൻഡ് ആണ്. ദ ഡോർസൽ സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഓർഗൻസ് ഒരിക്കലും വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്യില്ല. ഓക്കെ, വൈസ് വേഴ്സ. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഗാസ്ട്രൂല, ഒന്ന് ഡോണർ ഒന്ന് റെസിപ്പിയൻറ്റ്, രണ്ടും ആംഫിബിയൻ ഗാസ്ട്രൂലേഴ്സ് ആണ്. സോ ഇവിടെ ഡോർസൽ ലിപ്പിൽ കാണുന്ന ഗ്രേ ക്രിസൻ സൈറ്റോപ്ലാസത്തിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ടിഷ്യൂസ് ആൻഡ് സെൽസ് ആണ് ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ. അപ്പം അതിന് ഈ സ്പെമ്മാൻ മാങ്കോളിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഐസൊലേറ്റഡ് ദിസ് ഓർഗനൈസർ ആൻഡ് ട്രാൻസ്പ്ലാന്റഡ് ദാറ്റ് ഇൻ ടു ദ വെൻട്രൽ സൈഡ് ഓഫ് അനദർ എംബ്രിയോ. അപ്പോൾ അവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു സൈറ്റ് ആ ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് ഓർഗനൈസർ ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് വെൻട്രൽ സൈറ്റ് ആണ്. കാരണം വെൻട്രൽ സൈറ്റിൽ നിന്നും അതേ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ ഇത് ഡോർസൽ സൈഡ് ആണ്, ഇത് വെൻട്രൽ സൈഡ് ആണ്. ഇപ്പോൾ വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഓർഗൻസ് ഉണ്ട്, അത് ഒരിക്കലും ഡോർസൽ സൈഡിൽ നിന്നും ഫോം ചെയ്യില്ല. സോ വാട്ട് അൾട്ടിമേറ്റ്ലി ഹാപ്പൻ വാസ് ദാറ്റ് ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഇവിടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടപ്പോൾ this dorsal lip of blastopore is an organizer. It actually underwent invagination and all the successful
ടെക്നിക്സ് ഓഫ് ദ ഗാസ്ട്രുലേഷൻ പ്രൊസീജിയർ അത് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽസ് സറൗണ്ടിങ് സെൽസിന് കൊടുത്തു. സറൗണ്ടിങ് സെൽസിന് റീഅറേഞ്ച്മെന്റ് നടത്തി, സെൽഫ് ഡിഫറൻസിയേഷൻ നടന്നു. ആൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂറൽ ട്യൂബ് ആൻഡ് നോട്ടോകോഡ്. അതായത് എവിടെയാണോ ഡോർസൽ ലിപ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് റെസിപ്പിയന്റിന്റെ, ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായി പറ്റിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബും നോട്ടോകോഡ് ഒക്കെയാണ്. ദിസ് ന്യൂറൽ ട്യൂബ് ആൻഡ് നോട്ടോകോഡ് ആർ ദ ancestor organs of the central nervous system. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരിക്കൽ പോലും വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഓർഗൻസ് അല്ല. ഒരു നോർമൽ എംബ്രിയോനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഡോർസൽ സൈഡിൽ നിന്നും സോളി ഫോം ചെയ്യുന്ന ഓർഗൻസ് ആണ്. ദെൻ വൈ ഈ ഒരു റെസിപ്പിയന്റ് എംബ്രിയോയിൽ ഇത് വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്തു? സോളി ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് signal giving capacity of this dorsal lip, which is the ultimate organizer. ഈ ഒരു ഓർഗനൈസറിന്റെ ഒരു സ്ട്രെങ്ത് കാരണമാണ് അത് മറ്റൊരു എംബ്രിയോന്റെ വെൻട്രൽ സൈഡിലേക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയപ്പോൾ ആ വെൻട്രൽ സൈഡിൽ നിന്നും ഫോം ചെയ്യേണ്ട ഓർഗൻസ് അല്ലാതിരുന്നിട്ട് പോലും ന്യൂറൽ ട്യൂബും നോട്ടോകോഡും ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇറ്റ് ആക്ച്വലി ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ സെക്കൻഡറി എംബ്രിയോ. അതായത് ഈ ഒരു ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറിന് മറ്റൊരു എംബ്രിയോനെ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു രണ്ടാമതൊരു എൻറ്റയർ ഓർഗാനിസം ആക്കാനുള്ള ഒരു കഴിവും ഈ ബ്ലാസ്റ്റോപോർ ഓർഗനൈസറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസിന് ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഇറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് എ ഡ്യുവൽ എംബ്രിയോ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺസ് അഗൈൻ റിവീലിംഗ് ദ പ്രസൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസർ. ഓക്കെ, വീണ്ടും ഞാൻ പറയാം, ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ് ഇവിടെ ഹാൻസ് മാംഗോൾഡ് എക്സ്പെരിമെന്റിലുള്ള ഓർഗനൈസറിന്റെ എക്സലന്റ് എക്സാമ്പിൾ. അപ്പോൾ സ്പെംമാൻ ഇതിനെ ഓർഗനൈസർ എന്ന് വിളിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഹി ടോൾഡ് ഫ്രം ദിസ് recipient embryo, from the ventral side of this recipient embryo, he could identify the formation of neural tube and notochord. This is solely the organs that has to be formed from the dorsal side, but the organizer that he transplanted was having the capacity to differentiate the surrounding cells of this ventral side and make them form the neural tube and notochord. Second thing is that it also helped in the formation of the secondary embryo. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കാരണമാണ് ഓർഗനൈസർ എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്തതും ഈ രണ്ട് ഫാക്ടേഴ്സ് കാരണമാണ് ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേം തന്നെ അതിന് ഈ ഒരു ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറിന് കൊടുത്തിട്ടുള്ളതും. ഓക്കെ, നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓർഗനൈസർ അല്ലേ? അപ്പോൾ ഓർഗനൈസർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഡ്യൂസിങ് ദ നിയർ ബൈ സെൽസ് ആൻഡ് ടിഷ്യൂസ് ബൈ ഗിവിങ് സം സ്ട്രോങ് സിഗ്നൽസ്. അപ്പോൾ നമ്മൾ ഓർഗനൈസർ എന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടം പോലെ ഓർഗനൈസേഴ്സ് ഉണ്ട്. ലൈക്ക് പ്രൈമറി ഓർഗനൈസേഴ്സ് ഉണ്ട്, സെക്കൻഡറി ഓർഗനൈസേഴ്സ് ഉണ്ട്, ടെർഷ്യറി ഓർഗനൈസർ ഉണ്ട്. പ്രൈമറി ഓർഗനൈസർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു സിഗ്നൽ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആൻഡ് ടിഷ്യൂസിന് പറയുന്ന പേരാണ് പ്രൈമറി ഓർഗനൈസർ. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ഓർഗനൈസർ നമ്മൾ ഇവിടെ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദ ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ആണ്. അപ്പം ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ സറൗണ്ടിങ് സെൽസിന് ഒരു സിഗ്നൽസ് കൊടുക്കുന്നു, അവർക്ക് മാറ്റങ്ങൾ വരുന്നു. അതാണ് ആദ്യത്തെ ഇൻഡക്ഷൻ. അതായത് ഒരു സീക്വൻസ് ഓഫ് ഇൻഡക്ഷൻസിൽ ആദ്യത്തെ ഒരു ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡൺ ബൈ ദ പ്രൈമറി ഓർഗനൈസർ. അതിനുശേഷം പ്രൈമറി ഓർഗനൈസർ മറ്റൊരു കൂട്ടം സെൽസിനെ റെഡിയാക്കി വെക്കുന്നു, സെൽഫ് ഡിഫറൻസിയേഷൻ നടക്കുന്നു. പിന്നീട് ആ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് സെൽസ് അവരായിട്ട് കുറച്ച് സിഗ്നൽസ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൽസിന് കൊടുക്കുന്നു. അപ്പോൾ അവിടെയാണ് സെക്കൻഡറി ഓർഗനൈസറും സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഇസ് എ സീക്വൻഷ്യൽ പ്രൊസീജിയർ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഗാസ്ട്രുലേഷനിൽ നമ്മൾ കാണുന്നത് പ്രൈമറി ഓർഗനൈസർ എന്താണെന്നാണ്. ഇറ്റ് ഈസ് ദ ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ. അപ്പോൾ ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോർ ഏത് എംബ്രിയോയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഫോം ചെയ്തിട്ടുള്ളത്? It will undergo invagination from the site of where this dorsal lip of blastopore has been formed, and it will form the chorda mesoderm. അതായത് ഇപ്പോൾ ഡോർസൽ ലിപ്പ് ഓഫ് ബ്ലാസ്റ്റോപോറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽ അല്ലെങ്കിൽ ടിഷ്യൂ ലെയർ ആണ് കോർഡ മീസോഡേം. അപ്പോൾ once this dorsal lip of blastopore is manifesting its activity, the chorda mesoderm will be actually forming a roof by the process of invagination. Gastrulation is an important morphogenetic movement ആണ് invagination. So this chorda mesoderm, which is actually the part of this dorsal lip of blastopore, will be undergoing invagination to form the roof over the archenteron. അപ്പോൾ archenteron എന്ന് പറയുന്നത് elementary canalന്റെ ഒരു ancestor ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ archenteronന്റെ മുകളിൽ there is a roof formed by the
chorda mesoderm, which is an important component of the dorsal lip of blastopore. ഇങ്ങനെ നടന്നതിന് ശേഷം this chorda mesoderm is actually having three different terminologies. കാരണം ഒരേ dorsal lip of blastoporeന്റെ ഭാഗമാണ് chorda mesoderm, but once it is having this roof-like pattern over the archenteron, it can send different types of signals to the different types of cells that is lying in close vicinity to it. അപ്പം അതിന്റെ ഭാഗമായിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, this dorsal lip of blastopore, or specifically the chorda mesoderm component of the dorsal lip of blastopore, is known by these three names. First is arc encephalic inductor. അതായത് dorsal lip of blastoporeന്റെ ഭാഗമാണ് chorda mesoderm. അത് invagination നടന്നിട്ട് ആർക്കെൻട്രോണിന്റെ മുകളിൽ ഒരു റൂഫ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. ഇതേ chorda mesoderm റൂഫ് ലൈക്ക് സ്ട്രക്ചർ ഫോർമേഷന് ശേഷം ഇറ്റ് വിൽ ബി ഇന്ററാക്ടിങ് വിത്ത് ദ നിയർ ബൈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സെൽസ് ആണ് അത് ഇന്ററാക്ട് ചെയ്യുന്നത്, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓർഗൻസ് ആണ് പിന്നീട് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ടെർമിനോളജീസ് chorda mesodermന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇസ് ഇറ്റ് ഈസ് നോൺ ആസ് ആർക്ക് എൻസെഫാലിക് ഇൻഡക്ടർ ബിക്കോസ് ഇറ്റ് ഈസ് ഗിവിംഗ് സിഗ്നൽസ് ഫോർ ദ ഫ്രോഗ് embryo that lead to the formation of the eyes, the nose, as well as the forebrain component. Angane these part of chorda mesoderm, which is actually the part of dorsal lip of blastopore, that induces the cells to form this brain, forebrain, eyes and nose. That part of induction process or that part of inductor is known as the head inductor. Pinne veendum the same chorda mesoderm, it will be contacting some other cells and that lead to the formation of this ear vesicles and hindbrain. അങ്ങനെയുള്ള സെൽസിനെ പറയുന്ന പേരാണ് ഡ്യൂട്ട് എൻസെഫാലിക് ഇൻഡക്ടർ. പിന്നെ the same chorda mesoderm, when it is interacting with certain other cells which is lying little bit different away from these two types of cells, it is known by the term as spinochordal inductor. That is, it will be leading to the formation of this tail portion of the amphibian embryo, and that part is actually known by the term of trunk inductor. അതായത് ഏത് ടൈപ്പ് സെൽസ് ആയിട്ടാണ് chorda mesoderm ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സെൽസിനാണ് chorda mesoderm സിഗ്നൽസ് കൊടുക്കുന്നത്, ആ സെൽസ് chorda mesodermൽ നിന്ന് കിട്ടിയിട്ടുള്ള സിഗ്നൽസ് വഴി ഓരോ സെറ്റ് ഓഫ് ഓർഗൻസ് ഫോം ചെയ്യും. അതിന് ഏത് സെറ്റ് ഓഫ് ഓർഗൻസ് ആണ് ഫോം ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് chorda mesodermന് അവിടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള പേരുകൾ ഉള്ളത്. If it is known by the term of arc encephalic inductor, definitely it is leading to the formation of those structures, these two structures, and that it is known by the term head inductor. When it is interacting with those cells that is leading to the formation of tail, then it is known by the term of trunk inductor. ഈ trunk inductor ആണെങ്കിലും head inductor ആണെങ്കിലും arc encephalic inductor ആണെങ്കിലും deuterencephalic inductor ആണെങ്കിലും ഇതെല്ലാം ഈ chorda mesodermന്റെ same it is actually the derivatives, അല്ലെങ്കിൽ it is actually the subdivisions, sub-terminologies of this chorda mesoderm. Okay, അപ്പോൾ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. So in this PPT you have to understand what is fate map, you have to understand a construction experiment of Hans Pemman, the importance of Gray crescent experiment by Hans Pemman, what is this Gray crescent, what are organizer, how the importance of organizer was demonstrated by Hans Pemman and Mangold. Then what are the two conditions that made Hans Pemman to tell about the importance of this organizer. Now what is primary induction and what is primary organizer, what are the properties of organizer, and these organizers are having different name depending upon the type of cells that they interact. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ പേരുകൾ, ഇത്രയും കാര്യങ്ങൾ ഫോർ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വിൽ ബി കണ്ടിന്യൂയിങ് വിത്ത് ദ നെക്സ്റ്റ് PPT. സോ I strongly urge that you have to watch this video. It is very important.